ഇനി ആൾക്കാർ ടി വിയുടെ മുന്നിലിരുന്ന് അടികൂട്ടി റിമോട്ടുകൾ ഭിത്തിയിലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ഇനി രാത്രി 9:30 ആയിക്കഴിഞ്ഞാൽ ടി വിക്ക് മുന്നിൽ കൊടികുത്തിയിരിക്കുന്ന ആ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ പോവുകയാണ് ബിഗ് ബോസ് സീസൺ 8. അതിന്റെ പ്രീ ഷോയായിട്ട് ഇപ്പോൾ അരങ്ങേറുന്ന അഗ്നിപരീക്ഷയെ കുറിച്ച് ചെറിയൊരു അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ചെറിയൊരു ട്രോള് പോലെ, അതായത് ആരും വ്യക്തിഹത്യ ചെയ്യാനോ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വിമർശിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രേക്ഷകരുടെ വികാരങ്ങളെ മുൻനിർത്തി അവരുടെ ഇഷ്ടം, കാരണം ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ ഈ ഒരു ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പണ്ടത്തെയൊക്കെ കൂട്ട് നമ്മൾ SSLC പരീക്ഷ, ഡിഗ്രിയുടെ പരീക്ഷയുടെ ഒക്കെ കൂട്ട് ഉള്ള മക്കളുടെ ഇതൊക്കെ എഴുതുന്ന മക്കളുടെ അച്ഛനമ്മമാര് പേടിയോടെ കാത്തിരിക്കുന്നത് പോലെ ഇപ്പൊ അവര് ടിവിയുടെ മുമ്പിൽ 9:30 ആയിട്ട് കാത്തിരിക്കുന്നത് ഇതിനകത്തെ മത്സരാർത്ഥികളുടെ ഓരോ ദിവസത്തെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അതുപോലെ ടെൻഷനാണ്. മെയിൻ ഹൗസിലേക്ക്, അതായത് ലാലേട്ടന്റെ അരികിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി ഈ 40 സാധാരണക്കാർ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടാൽ അറിയാം അവർക്കൊക്കെ ഈ പ്രശസ്തി എന്ന് പറയുന്നത് എന്ത് ജീവനാണെന്നുള്ളത്. അതെ, ഈ കുക്കറൊക്കെ പൊട്ടിത്തെറിക്കുന്ന വേഗതയിലാണ് ഓരോ ദിവസവും നമ്മുടെ എലിമിനേഷൻസ് ഒക്കെ നടക്കുന്നത്. ചിരിച്ചുകൊണ്ട് മസിൽ പിടിച്ച് ഞാൻ ഇപ്പം ബിഗ് ബോസ് ആവുമെന്നും പറഞ്ഞ് കയറി നമ്മുടെ സ്വർഗത്തിൽ നിന്ന് നേരെ നരകത്തിലേക്ക് പോകുന്ന കൊണ്ട് കരച്ചിലും കൂവലും ചീറ്റലുമായിട്ട് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ സാധാരണക്കാരെ വെച്ച് ഇത്രയും ക്രൂരമായ ഒരു വിനോദമാണോ എന്ന് തന്നെ ഇതെനിക്ക് തോന്നി. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജഡ്ജിങ് പാനലാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട 3 പേര്. ഒന്ന് അഖിൽ മാരാറ്, റിയാസ് സലീം, പിന്നെ രഞ്ജിനി ഹരിദാസ്. ഇവരൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ജഡ്ജിങ് പാനലിന് വേണ്ട ഒരു പവറൊക്കെ ആ ഒരു ഇരിപ്പിടത്തിനുണ്ട്. അഖിൽ മാരാറ് ഇപ്പം നമ്മുടെ ഹാഷ്മിയായിട്ട് ഏറ്റുമുട്ടി ഏറിലാ ജീവിക്കുന്നെങ്കിലും നിന്റെയൊക്കെ മുഖത്ത് ആ ഗെയിം സ്പിരിറ്റ് ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ പാവങ്ങളെ പേടിപ്പിച്ച് വെള്ളം കുടിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ പുള്ളി റിട്ടേൺ അടിച്ച് തിരിച്ചു വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി പൊളിക്കും എന്ന് പറയുന്നത് 100% ഉറപ്പാണ്. പുള്ളി പൊളിക്കും. ഇനി റിയാസ് സലീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ലോജിക്കിന്റെ കുന്തവും പിടിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് പുള്ളിയുടെ ആ ഒരു ആങ്കറിങ് കണ്ടപ്പോൾ, ആ ജഡ്ജിങ് പാനൽ കണ്ടപ്പോൾ തോന്നുന്നത്. ഒരാൾ വന്ന് മാനസിക ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് ഞാൻ ഇവിടെ നിനക്ക് കൗൺസിലിംഗ് തരാനാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ അടിപൊളി, സൂപ്പറാ പുള്ളി. ഇപ്പൊ രഞ്ജിനി ഹരിദാസ് കൂടി ചേരുമ്പോൾ സംഗതി വേറെ ലെവലായി മാറും. ഈ കൂടുതൽ ഉടായ്പ കാണിക്കുന്നവരെ വെട്ടിനിരത്താൻ രഞ്ജിനി ഹരിദാസിനോളം വലിയ ആങ്കറിങ് ഒന്നും വേറെ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു ആങ്കർ. നല്ല ചടുലമായ സംസാര ശൈലി കൊണ്ട് നമ്മളെ ഇടയൊക്കെ മനസ്സിൽ കയറി പറ്റിയ ഒരു ആങ്കർ. പുള്ളി ഈ 3 പേര് തകർപ്പനായിരിക്കും, ഒരു രക്ഷയില്ലാത്തവരായിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഇത് എന്നെ മനഃപൂർവ്വം തോപ്പിച്ചതാണ്, ടീമിൽ ഗ്രൂപ്പിസമാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുന്ന ചിലരെ നമുക്ക് കാണാൻ പറ്റി. പൂജ എന്ന മത്സരാർത്ഥിയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല അഗ്രസീവായി കളിച്ച് കയറി വന്ന ആളാണ് ഈ പൂജ എന്ന് പറയുന്ന ആൾ. ഒടുവിൽ ജഡ്ജിമാർ അഗ്രഷൻ നല്ലതാണ്, പക്ഷെ അതിന്റെ അതിര് വിട്ടാൽ അത് വയലൻസ് ആണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വിട്ടപ്പോ അത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലല്ല, എല്ലാ കുടുംബ സദസ്സുകളിലും ഒരു ചർച്ചയായ വിഷയമാണ്. ബിഗ് ബോസ് കാണുമ്പോൾ വെറും ഒരു വിനോദത്തിനപ്പുറം സ്വന്തം ജീവിതം ഒന്ന് മാറ്റിമറിക്കാനുള്ള അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിട്ടാണ്. ആ ഒരു ആക്രാന്തവും സമ്മർദ്ദവുമാണ് ഓരോ മത്സരാർത്ഥികളുടെയും മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവർക്ക് പ്രശസ്തി, ഫെയിം, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഴിഞ്ഞ ആൾക്കാരുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അഖിൽമാരുടെയൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ BMW ബൈക്ക്, കാറ്, റേഞ്ച് ഓവർ എന്നൊക്കെ കാണുമ്പോൾ അതിനകത്ത് ആകർഷകമായി വന്നതായിരിക്കും. മെയിൻ ഹൗസിലെ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മുടെ അഗ്നി പരീക്ഷ അതിജീവിച്ച് വരുന്ന കോമൺ മാനെ കാത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്, പിന്നെ ഒരുപാട് വൻ പുലികളുണ്ട്. ഇതിനകത്തുനിന്ന് കോമൺ മാൻ ആരാണ് കയറുന്നത്, ലാലേട്ടന്റെ മുന്നിലേക്ക് ചെല്ലുന്ന ആ കോമൺ മാൻ ആരാണെന്നാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം. ഇത് സീസൺ വെറും അടിപിടി ഷോ അല്ല, അതിബുദ്ധിയുടെയും രാഷ്ട്രീയത്തിന്റെയും കളി കൂടിയാണെന്ന് നമ്മുടെ ലാലേട്ടൻ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ മലയാളികളുടെ സാഹചര്യങ്ങളെ സജീവമാക്കാൻ ബിഗ് ബോസ് സീസൺ 8 തങ്ങളുടെ പ്രീ ഷോയിലൂടെ തന്നെ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു.
അപ്പനും അമ്മയും ഒക്കെ അറിയാതെ ഒളിച്ചോടി വന്ന് ഷോയിൽ പങ്കെടുത്ത് പെട്ടെന്ന് പുറത്തായി വീണ്ടും പെട്ടിയും കിടക്കയായിട്ട് വീണ്ടും നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന പാവം പിടിച്ച ഈ കോമൺ മാനെയൊക്കെ കാണുമ്പോൾ സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും എന്റർടൈൻമെന്റ് പക്കയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് ഫാൻസ് കൂടി 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 എനിക്ക് തോന്നുന്നു കേരളക്കര അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇതിനൊരു ഫാൻസ് തന്നെ ഉണ്ടാവും. എനിക്കിപ്പോൾ അറിയേണ്ടത് ഇതിനകത്ത് നിങ്ങളുടെ പ്രധാന, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്നുള്ളതാണ്. എൻ്റെ ഫേവറേറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഫേവറേറ്റ് ആയിട്ടുള്ള ആളെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരേക്കും